കാലാവസ്ഥ കൂടി പരിശോധിക്കാം സ്കൈ വാച്ച്. അശ്വതി വിശ്വനാഥനുണ്ട് എനിക്കിപ്പം. അശ്വതി, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു മഴക്കാലമൊക്കെ കഴിഞ്ഞ് മാനം തെളിഞ്ഞു എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? സേതു, ഗുഡ് മോർണിംഗ്. സേതു പറഞ്ഞ പോലെ മാനം ചെറുതായിട്ടൊന്ന് തെളിഞ്ഞിട്ടുണ്ട്. കാരണം 2 ദിവസമായിട്ട് മഴയൊക്കെ ഒന്ന് ചെറിയ കുറവുണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു ശമനമൊക്കെ ഉണ്ടെന്ന് പറയാം മഴയ്ക്ക്. സാധാരണ നല്ല പോലെ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ എന്ത് നശിച്ച മഴയാണിതെന്നുള്ളത്. വെയിലാണെങ്കിൽ നമ്മൾ പറയും എന്ത് വെയിലാണെന്നുള്ളത്. അപ്പോൾ മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമ്മൾ മലയാളികൾക്ക് അതൊരു പ്രശ്നമാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ 2 ദിവസമായിട്ട് മഴയ്ക്ക് ലേശം കുറവുണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ മഴ ലേശം ശമിച്ചിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് മഴ, ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ ഇന്ന് പതിവ് പോലെ മാപ്പ് പരിശോധിച്ച് വ്യക്തമാക്കുന്നതാണ്. കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് അനുസരിച്ച് 2 ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത്. ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ടുള്ള മഴയ്ക്കാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. അപ്പോൾ ഈ മഴയ്ക്കുള്ള കാരണം ചെറിയൊരു ന്യൂനമർദ്ദമാണ് കേട്ടോ. വടക്കു പടിഞ്ഞാറൻ മധ്യപ്രദേശിനും കിഴക്കൻ രാജസ്ഥാനും മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരളം തീരം വരെ ചേർന്നുള്ള ഭാഗത്ത് ന്യൂനമർദ്ദ പാത്തി ദുർബലമായി. അപ്പോൾ കേരളത്തിൽ അടുത്തൊരു 5 ദിവസത്തെ നേരിയ അല്ലെങ്കിൽ ഒരു ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ പൊതുവെ മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് മഴ കുറയുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ഈ ഒറ്റപ്പെട്ട മഴ തുടരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ മഴ കാണപ്പെടുന്നത് വടക്കൻ ജില്ലകളിലായിരിക്കും, അല്ലെങ്കിൽ മഴ പെയ്യുന്നത് വടക്കൻ ജില്ലകളിലായിരിക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. അതേസമയം ഈ കാലവർഷം തുടങ്ങി ജൂൺ വരെ സംസ്ഥാനത്ത് ലഭിച്ചത് 49% അധിക മഴയാണെന്നും ഒരു കണക്കുണ്ട്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളതും. കാസർഗോഡ് ജില്ലയിൽ ഏകദേശം 45% അധിക മഴയും കണ്ണൂർ ജില്ലയിൽ 44% അധിക മഴയും ലഭിച്ചു എന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. അപ്പോൾ സംസ്ഥാനത്തൊരു മഴയുടെ അളവും അല്ലെങ്കിൽ ഏതൊക്കെ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ലഭിച്ചത് എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു കണക്കിപ്പോൾ വ്യക്തമാണല്ലോ. അടുത്തതായി മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഈ തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ മഴ ഇനി കുറച്ച് ദിവസത്തേക്ക് നേരിയ മഴയൊക്കെയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. അങ്ങനെ മഴയൊന്ന് കുറയട്ടെ അല്ലേ, ശക്തമായ മഴയൊക്കെ ഒന്ന് മാറി ഒരു ചെറിയ മഴയിലൊക്കെ ഒന്ന് അവസാനിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലാവസ്ഥ വിശേഷങ്ങൾ. ഏതൊക്കെ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത്, ആ മഴയുടെ തോത്, അളവുകളൊക്കെ നമ്മൾ ഇന്ന് പരിശോധിച്ചു. പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകളും കാലാവസ്ഥ വിശേഷങ്ങളെല്ലാം തന്നെ പങ്കുവച്ചു. അപ്പോൾ എല്ലാ പ്രേക്ഷകരും സുരക്ഷിതരായിരിക്കുക, അധികൃതരുടെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ കൃത്യമായി പാലിക്കുക. അപ്പോൾ നാളെ വീണ്ടും കാലാവസ്ഥ വിശേഷങ്ങളുമായി നമുക്ക് സ്കൈ വാച്ചിൽ കാണാം. സേതു. ഓക്കെ, ശരി.